എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയത് മുതൽ ഇന്ത്യൻ ബിസിനസ് ഇക്കോസിസ്റ്റംസ് സ്പോൺസർഷിപ്പിന് വേണ്ടി പല കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെപ്സിയും ടാറ്റയും പോലത്തെ കമ്പനീസ് IPL-നായി സ്പോൺസർ ചെയ്യാൻ പല കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാധാരണമായി തോന്നുന്നു. 2020 വെറും 12 വയസ്സായ സ്റ്റാർട്ടപ്പായ Dream11 പോലത്തെ ഒരു കമ്പനി IPL സ്പോൺസർ ചെയ്യാനുള്ള ഏലത്തിനെ അത്ഭുതപ്പെടുത്തുന്ന പോലെ 222 കോടിക്കാണ് ഏലത്തിനെടുത്തത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്ന് മുതൽ Dream11 നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വേഗമായി വളരുന്ന സ്പോർട്സ് ഫാന്റസി പ്ലാറ്റ്ഫോമായി അത് മാറി കഴിഞ്ഞിരിക്കുന്നു. 2021 വരെ 14 കോടി മെമ്പേഴ്സ് ആണ് അതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയോ? Dream11യുടെ മതിപ്പ് ഇപ്പോൾ $8 ബില്യൺ ആണ്. മാത്രമല്ല ഇത് വളരെ അധികം ലാഭം കാണുന്ന ഒരു പ്രശസ്തമായ കൺസ്യൂമർ ഫോക്കസ് സ്റ്റാർട്ടപ്പാണ്. 2020 വരെ അവരുടെ ലാഭം 180.8 കോടിയാണ്. പിന്നെ അവരുടെ വരവ് 2000 കോടി രൂപ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ Dream11 മോഡൽ എന്താണ്? ഇവർ പല കോടി രൂപ മാർക്കറ്റിംഗ് ചെലവഴിച്ചിട്ടും ഇവർക്ക് എങ്ങനെയാണ് ലാഭം വന്നത്? പിന്നെ പ്രധാനപ്പെട്ടതായി, എങ്ങനെയാണ് ഈ കമ്പനി വളരെ ബുദ്ധിശാലിയായി ഇത് ചൂതാട്ടമാണെന്ന് ബാൻ ചെയ്തിട്ടുള്ള സർക്കാരിന്റെ നിയമത്തിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇപ്പോൾ ഈ Dream11 മോഡൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ശുഭം Dream11നെ കുറിച്ച് എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. പിന്നെ ഇപ്പോൾ IPL സീസൺ ആണ്. ശുഭം ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻ ആണ്. പിന്നെ അദ്ദേഹം CSK-MI മാച്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഈ മാച്ച് തിരഞ്ഞെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ 11 ടീം അദ്ദേഹം വാങ്ങിക്കാൻ വേണ്ടി 100 കോടി വെർച്വൽ മണി ശുഭമിന് തന്നിരിക്കുകയാണ്. ഈ തുക Dream11 കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനും സമമാണ്. ഇപ്പോൾ ഓരോ പ്ലെയറിനും ഏറ്റ പണം ഏതാണെന്ന് ശുഭം ആ പ്ലെയറിനെ ടീമിൽ കൊണ്ടുവരാൻ പണം കൊടുക്കും. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് മഹേന്ദ്ര സിംഗ് ധോണിയും പിന്നെ രോഹിത് ശർമ്മയും ഇവരുടെ തുക 11.5 crores ഉള്ളത് കൊണ്ട് ശുഭം ഇവർ രണ്ടുപേരെയും അവരുടെ ടീമിൽ ചേർക്കാൻ വിചാരിച്ചാൽ പോലും അദ്ദേഹത്തിന് കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. കാരണം മറ്റു പ്ലെയേഴ്സെ വാങ്ങാൻ വേണ്ടി അവരുടെ കയ്യിൽ പണം കുറവായിരിക്കും. പിന്നെ മറ്റൊരു ക്യാച്ചും കൂടിയുണ്ട്. ശുഭം ഒരു CSK ഫാൻ ആണെങ്കിലും എല്ലാ പ്ലെയേഴ്സും CSK-യിൽ നിന്ന് മാത്രം എടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് CSK-യിൽ നിന്നും കുറഞ്ഞത് 5 പ്ലെയേഴ്സും കൂടുതൽ 6 പ്ലെയേഴ്സും മാത്രമേ എടുക്കാൻ കഴിയൂ. അദ്ദേഹം MI-യിൽ നിന്നും കുറഞ്ഞത് 5 പ്ലെയേഴ്സെങ്കിലും എടുത്തേ പറ്റൂ. ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ, കാരണം ഇത് അടുത്ത ഡിസ്കഷന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ CSK vs MI മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഈ ടീമിനെ ലോക്ക് ചെയ്തേ പറ്റൂ. പിന്നെ ടോസ് ഇടുമ്പോഴാണ് ശുഭമിന് പ്ലേയിങ് 11 ആരാണെന്ന് അറിയുമ്പോൾ ആര് കളിക്കും ആര് കളിക്കില്ല എന്ന് അദ്ദേഹം വേഗം ഡിസൈഡ് ചെയ്യണം. അതും മാച്ച് തുടങ്ങുന്നതിന് മുമ്പ്. ശുഭം അദ്ദേഹത്തിന്റെ ടീമിനെ ഫൈനലായി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ടീമിലുള്ള 22 പ്ലെയേഴ്സിന്റെ കൂടെ വ്യത്യസ്തമായ പെർമുട്ടേഷൻ പിന്നെ കോമ്പിനേഷൻ മൂലമായി പല പ്ലെയേഴ്സ് ഉള്ള ടീമായി ഇത് ഫോം ആവും. ഈ മത്സരം കുറഞ്ഞത് 10 രൂപയിൽ നിന്നും തുടങ്ങി പല 1000 രൂപ വരെ പ്ലെയേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ശുഭം ഒരു സംശയത്തോടെ 50 രൂപ എൻട്രി ഫീയോടെ ജോയിൻ ചെയ്യാമെന്ന് നമുക്ക് കരുതാം. പിന്നെ നമ്മുടെ ശുഭം പോലെ തന്നെ പല 1000 പ്ലെയേഴ്സ് ഉള്ള ടീംസ് ഈ മത്സരത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ Dream11 ആരാണെന്ന് വെച്ചാൽ ഈ കോൺടെസ്റ്റ് നടത്തുന്ന ഒരു ഓർഗനൈസർ ആണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ പ്ലെയേഴ്സും തുകയ്ക്കേറ്റ പോലെ എല്ലാവരും ഫിൽട്ടർ ചെയ്ത് അതിനുശേഷം ഈ ഗെയിം തുടങ്ങും. അതുകൊണ്ട് ഈ ഗെയിമിൽ 50 രൂപയുടെ മത്സരവും ഉണ്ടാവും, 1000 രൂപയുടെ മത്സരവും ഉണ്ടാവും. ഇപ്പോൾ 50 രൂപയ്ക്ക് 3 ലക്ഷം കണ്ടസ്റ്റൻസ് ഉള്ളതായി നമുക്ക് കരുതാം. ഇതിൽ 50% പ്ലെയേഴ്സിന് മാത്രമേ സമ്മാനം കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൽ 1 നിന്നും 1.5 ലക്ഷം വരെ സ്ലൈഡിംഗ് സ്കിൽ ഓഫ് പേ ഔട്ട് എന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് റാങ്ക് 1ന് വലിയ തുക നേടും. അതിന് താഴെയുള്ള എല്ലാ റാങ്ക്സിനും പ്രൈസ് മണി കുറഞ്ഞോണ്ടേ വരും. പിന്നെ ശുഭം ആ 50% പ്ലെയേഴ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത പ്ലെയേഴ്സ് ആ ഗെയിമിൽ എങ്ങനെ കളിച്ചു എന്നത് വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഫൈനലായി ആ ടീം എത്ര പോയിന്റ്സ് എടുക്കുന്നതെന്ന് വെച്ചാണ് ശുഭം എത്ര നേടുമെന്ന് അറിയാൻ കഴിയും. ഈ പോയിന്റ്സ് ഒക്കെ Dream11 പ്രീ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ക്യാച്ചിന് ഒരു പോയിന്റ് ആണ്, വിക്കറ്റിന് ഒരു പോയിന്റ് ആണ്, പിന്നെ നിങ്ങളുടെ പ്ലെയേഴ്സ് എത്ര റൺ എടുക്കുന്നോ അതിനും ഒരു പോയിന്റ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളെ കൊണ്ട് റാങ്കിങ്ങോടെ റിയൽ ടൈമിൽ കാണാൻ കഴിയും. പിന്നെ അവിടെ നിന്നും നിങ്ങളെ കൊണ്ട് ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ പ്ലെയേഴ്സ് നന്നായി കളിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഇതുപോലെയാണ് നിങ്ങൾ ചൂസ് ചെയ്ത പ്ലെയേഴ്സിനെ അടിസ്ഥാനമാക്കി ചില മെമ്പേഴ്സ് വലുതായി ജയിക്കും, ചിലർ തോറ്റുപോകും. ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിരുന്നാൽ ഇതുപോലെ Dream11 ഫാന്റസി സ്പോർട്സ് കമ്പനി എങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഈ മത്സരത്തിൽ കളക്ട് ചെയ്ത 20% എമൗണ്ട് Dream11 കമ്പനി കമ്മീഷനായി മേടിക്കും. അതുകൊണ്ട് 3 ലക്ഷം കണ്ടസ്റ്റന്റ് 50 രൂപ കൊടുത്ത് ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൽ മൊത്തം വന്നിരിക്കുന്ന തുക 1,50,00,000 അതിൽ നിന്നും 20% Dream11യുടെ കമ്മീഷനാണ്. അതായത് ഇതിൽ കളക്ട് ചെയ്തിരിക്കുന്ന 1,50,00,000 നിന്നും 30 ലക്ഷം ഡീഫോൾട്ടായി Dream11നാണ് ചേരുന്നത്. ബാക്കിയുള്ള 1,20,00,000 ഇതിൽ വിജയിച്ച പ്ലെയേഴ്സ് എല്ലാവർക്കും ഷെയർ ആയി പോയി ചേരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു യൂസറായി പല മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ചിലതിൽ നിങ്ങൾ വിജയിക്കും, ചിലതിൽ നിങ്ങൾ തോറ്റുപോകും. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ പണം സമ്പാദിക്കുന്നുണ്ടോ ഇല്ലയോ? പക്ഷേ Dream11 ഈ കളിയിൽ നല്ല ലാഭം കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ചൂതാട്ടം പോലെ ഇല്ല. ഇവിടെയും യൂസേഴ്സ് ചില പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം അവർ നന്നായി കളിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഈ പ്ലെയേഴ്സ് ആക്ച്വലി ജയിക്കുമ്പോൾ ചൂതാട്ടം പോലെ തന്നെ ഇതിൽ പന്തയം കിട്ടുന്നവരുടെ പണം നിയമത്തിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട്
ഇതിന്റെ ഓർഗനൈസർ വളരെ നിസ്സാരമായി പണം സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് കാണുമ്പോൾ ചൂതാട്ടം പോലെ തന്നെ ഉള്ളത് കൊണ്ട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ചൂതാട്ടം ബാൻ ചെയ്തിരുന്നാലും എങ്ങനെയാണ് ഈ കമ്പനിയെ കൊണ്ട് നാട് മുഴുവനും പ്രവർത്തിക്കാൻ പറ്റുന്നത്? മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്പോർട്സിനെ എങ്ങനെയാണ് സ്പോൺസർ ചെയ്യുന്നത്? ഇതിനുള്ള ഉത്തരം ഒരു രാജസ്ഥാൻ ഹൈക്കോടതി കേസിലുണ്ട്. ചന്ദ്രേഷ് സംക്ല എന്ന ഒരു വ്യക്തി രാജസ്ഥാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് Dream11 കാരണം ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. ഇത് കാരണം ചൂതാട്ടം കൂടുന്നത് കൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കൊന്നറിയോ, രാജസ്ഥാൻ ഹൈക്കോടതി, പഞ്ചാബ്, ഹരിയാന പിന്നെ മുംബൈ ഹൈക്കോടതിന്റെ അടിസ്ഥാനമായി ഈ കേസിനെ അവർ ഡിസ്മിസ് ചെയ്തു. ഈ കേസ് ഡിസ്മിസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജഡ്ജ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാന്റസി ഗെയിമിന്റെ റിസൾട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ചാൻസോ അല്ലത് ആക്സിഡന്റോ അല്ല എന്നത് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും. ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ സ്കില്ലാണ് ഈ ഗെയിമിന്റെ റിസൾട്ട് മാറ്റുന്നത്. മാത്രമല്ല ഈ ഫാന്റസി ഗെയിമിന്റെ ഔട്ട്കമും കൂടി മാറ്റുന്നത്. ഇതാണ് ആ ഹൈക്കോടതിയുടെ ജഡ്ജ് അന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ കേസ് സുപ്രീം കോടതി വരെ പോയിരുന്നു. പക്ഷേ അതിന്റെ തീരുമാനം ഒട്ടും മാറിയതില്ല. പെറ്റീഷണേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, Dream11 പോലത്തെ ഫാന്റസി പ്ലാറ്റ്ഫോംസ് ടാലന്റ് അല്ല ഫോക്കസ് ചെയ്യുന്നത്, സത്യത്തിൽ അത് ഒരു ചൂതാട്ടം എന്നാണ്. സോ ഈ ആർഗ്യുമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഗാംബ്ലിംഗിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ചൂതാട്ടം എന്താണെന്ന് പറഞ്ഞാൽ ബെറ്റിംഗ്, ഗെയിമിംഗ് പിന്നെ ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റിയിൽ സ്കിൽ അല്ലാതെ വെറും ലക്ക് മാത്രമേ ഉണ്ടായിരുന്നാൽ, മാത്രമല്ല അത് കാരണം ജയിക്കുന്നത് ഒരു വലിയ തുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഗാംബ്ലിംഗ്. ഇപ്പോൾ Dream11 അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്ത് ഒരു ടീമിനെ ഫോം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അനാലിറ്റിക്കൽ സ്കിൽസ്, സ്ട്രാറ്റജി, ആ പ്ലേയേഴ്സുടെ ഹിസ്റ്ററിയും അറിഞ്ഞിരിക്കണം. ഇത് വെറും ഫ്ലൂക്ക് അല്ല. മാത്രമല്ല ഈ ഗെയിമിന്റെ എൻഡ് റിസൾട്ട് അറിയില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ Dream11 കളിക്കുമ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ മാത്രം ബെറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന 11 Dream11 പ്ലേയേഴ്സ് 5ഉം 6ഉം ഉള്ള കോമ്പിനേഷനിലാണ് ഉള്ളത്. നിങ്ങൾ ഒരു ടീമിൽ നിന്നും 5 പ്ലേയേഴ്സിനെ എടുക്കണം, ബാക്കിയുള്ള പ്ലേയേഴ്സിനെ മറ്റേ ടീമിൽ നിന്നും എടുക്കണം. ഇവിടെ അവരുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലേയേഴ്സിന്റെ പാസ്റ്റ് പെർഫോമൻസും പിന്നെ ചില കളികളിൽ അവർ ചെയ്ത റെക്കോർഡ്സും വെച്ച് Dream11 പ്ലേയേഴ്സ് ടീം ഫോം ചെയ്യുമ്പോൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ക്രിസ് ഗെയിൽ ഫൈനൽസിൽ എപ്പോഴും വേഗം ഔട്ടാവും, അല്ലെങ്കിൽ ചെന്നൈയിൽ ധോണി അടിപൊളിയായി കളിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻ ഒക്കെ വെച്ച് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, Dream11 പ്ലേയേഴ്സ് വിജയത്തിന്റെ ഭാഗമായി നിൽക്കാൻ വേണ്ടി അവരുടെ ടാലന്റും സ്കില്ലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് അടിസ്ഥാനമായി വെച്ചതുകൊണ്ട് ആ രാജസ്ഥാൻ ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ലോകത്തിൽ ഏതൊരു ടീമും വിജയിച്ചാലും തോറ്റാലും അത് ആരെയും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതിൽ മത്സരിക്കുന്നവർ റിയൽ വേൾഡിലുള്ള 2 ടീമിൽ നിന്നും അവരുടെ വെർച്വൽ ടീം അവർ തിരഞ്ഞെടുക്കുകയാണ്. ഇത് തന്നെയാണ് സുപ്രീം കോർട്ടും അന്ന് പറഞ്ഞത്. അങ്ങനെ ആ കേസും ക്ലോസ് ആയി, നിയമത്തിന്റെ പടിയിൽ Dream11 കമ്പനിയും സേഫ് ആയി. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിംഗിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഡാമേജ് തുടങ്ങിക്കഴിഞ്ഞു. ജഡ്ജ്മെന്റ് അവരുടെ സൈഡിൽ ഉള്ളതുകൊണ്ട് ഈ ന്യൂസ് പുറത്തു വന്ന ഉടനെ ഇത് ഒരു ചൂതാട്ടമാണെന്ന് എല്ലാവർക്കും ഉടനെ മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോലും Dream11 ആപ്പിനെ ഹോസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ അവരുടെ ആപ്പിനെ Dream11 വെബ്സൈറ്റിൽ ഒരു APK മൂലമായി ഡൗൺലോഡ് ചെയ്തിരിക്കാം. ചൂതാട്ടം ചെയ്യുന്ന എല്ലാ ആപ്സിനെയും റിമൂവ് ചെയ്യുന്നത് പോലെയാണ് ഗൂഗിളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, Dream11 അവർക്ക് വന്ന ഈ ഡാമേജിനെ അവർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്? വെരി സിമ്പിൾ. അവർ ലെജൻഡറി ആയ മഹേന്ദ്ര സിംഗ് ധോണിയെ ഇതിൽ കൊണ്ടുവന്നു. ധോണി തന്നെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ എഫക്ട് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ Dream11 ഒരു സ്ലോഗൻ കൊണ്ട് അവരുടെ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു, ബുദ്ധി കൊണ്ട് കളിക്കുമെന്ന്. സ്ട്രാറ്റജിക് തിങ്കിങ് ആവശ്യമെന്നാണ് ഇവർ ഇതിൽ പറയുന്നത്. അങ്ങനെയാണ് Dream11 തിരിച്ച് ഈ സ്ഥാനത്ത് വന്നത്. ഈ Dream11 പോലെ തന്നെ മറ്റും പല സ്പോർട്സ് ഫാന്റസി കമ്പനീസ് സമ്പാദിക്കാനായി ഈ ക്രിക്കറ്റ് ക്രേസിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. പിന്നെ ഈ ഡ്രീം സ്പോർട്സിന്റെ $8 ബില്യൺ വാല്യുവേഷൻ ഈ ഇൻഡസ്ട്രി എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് നന്നായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ Dream11 കളിക്കാവോ കളിക്കാൻ പാടില്ലേ? എന്നോട് നിങ്ങൾ ചോദിച്ചാൽ എന്റെ അഭിപ്രായം ഇതാണ്. ഈ Dream11 ഗെയിം ഓഫ് ചാൻസോ അല്ല ഗെയിം ഓഫ് സ്കില്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പായി അറിയാം. നിങ്ങൾ Dream11 ചെലവാക്കുന്ന പണവും സമയവും നിങ്ങൾ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഒരു പക്ഷെ ചെലവഴിച്ചാൽ തീർച്ചയായും അത് ഇതിനേക്കാളും വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് തരും. അത് കിട്ടുന്ന ചാൻസും നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഇത് തന്നെയാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കുറിച്ചും നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അത് പറ്റിക്കുന്ന ജോലിയാണോ എന്ന് ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഒറ്റ പോയിന്റ് ഉണ്ട്, നന്നായി കണക്കിട്ട് ഒരുപാട് സമ്പാദിക്കാൻ ഒരുപാട് വഴികൾ ഉണ്ടാവുമ്പോൾ എന്തിനാണ് ഒരു നെറ്റ്വർക്കിംഗ് സ്കീം അല്ലെങ്കിൽ ഇതുപോലെ ഒരു Dream11 ആപ്പിന്റെ ആവശ്യമുള്ളത്? ഒരു പക്ഷേ നിങ്ങൾ ത്രില്ലിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തീർച്ചയായും ആ റിസ്ക് നിങ്ങളുടെ കയ്യിലാണ്. പിന്നെ ഞാൻ ക്രിപ്റ്റോനെ കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലോസ് ചെയ്യാൻ പറ്റുന്ന പണം മാത്രമാണ് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ 1000 ഇട്ട് അത് ലോസ് ആയാൽ അത് നിങ്ങളെയോ നിങ്ങളുടെ ഫാമിലിയോ അഫക്ട് ചെയ്യാൻ പാടില്ല.
അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഇതുപോലത്തെ ഡ്രീം 11 ആപ്പ് കളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഒരു ഫാന്റസി ആപ്പിന്റെ പുറകെ പോകുന്നതിന് പകരം ഞാൻ ഒരു സ്കിൽ ആണ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ഗുഡ് ബൈ പറയുന്നതിന് മുമ്പ് ഇപ്പോൾ തിങ്ക് സ്കൂൾ തമിഴ് പിന്നെ തെലുഗുവിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പാരന്റ്സിനും ഫ്രണ്ട്സിനും ഇംഗ്ലീഷിൽ കേൾക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അവരുടെ മാതൃഭാഷയിൽ ഈ ബിസിനസ് കേസ് സ്റ്റഡി കേൾക്കണമെങ്കിൽ ഈ ചാനൽ അവർക്ക് ഷെയർ ചെയ്യൂ. പിന്നെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ തരാനുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നാൽ യൂട്യൂബ് ആബെ സന്തോഷിപ്പിക്കാൻ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യൂ. പിന്നെ ഇതുപോലെ ബിസിനസ് ആൻഡ് പൊളിറ്റിക്കൽ കേസ് സ്റ്റഡീസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.